ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റാൻഡേർഡ് 6ലെ പേജ് നമ്പർ 60ലെ ചോദ്യങ്ങളാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. 5/6 പ്ലസ് 1/3. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. അതിനെ നമുക്ക് ഒരേപോലെയുള്ള ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതണം. എങ്ങനെ എഴുതാൻ കഴിയും? 3 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ താഴെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? മുകളിലും 2 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് 5/6 പ്ലസ് 2/6 എന്ന് കിട്ടി. ഇനി കൂട്ടാൻ എളുപ്പമല്ലേ? എന്താണ്? 5 പ്ലസ് 2 7/6 എന്ന് കിട്ടും. ഇതിന് എന്താണ്? നമുക്ക് ഇനി മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ എന്തായിരിക്കണം? എപ്പോഴും ചെറുതായിരിക്കണം. ഡിനോമിനേറ്റർ ചെറുതായാൽ മാത്രമേ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ കഴിയുകയുള്ളൂ. ഇതിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം എന്താണ്? 7നെ നമുക്ക് 6 കൊണ്ട് ഹരിക്കാം. എന്താണ്? 1 ഇൻറ്റു 6 വരുന്നത് 6 ആണ്, ബാക്കി 1 വരും. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ കഴിയും? 1/6 എന്ന് എഴുതാൻ കഴിയും. മറ്റൊരു മാർഗമുള്ളത് എന്താണ്? 7/6നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ കഴിയും? 6 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാൻ പറ്റില്ലേ? എഴുതാൻ കഴിയും. ഇതിനെ ഒന്നുകൂടെ നമ്മൾ വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ 6/6 പ്ലസ് 1/6 എന്ന് എഴുതാൻ കഴിയും. 6/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 6നെ ഒരു പ്രാവശ്യമാണ്, അതേപോലെ തന്നെ 6 ഒരു പ്രാവശ്യമാണ്. 1/1 എന്ന് പറയുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/6 എന്ന് എഴുതാൻ കഴിയും. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 7/8 പ്ലസ് 1/4. ഇവിടെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 4നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 8 കിട്ടുന്നത്. 4 ഇൻറ്റു 2 1 ഇൻറ്റു 2 എന്ന് എഴുതാൻ കഴിയും. ഇതിനെ മാറ്റി എഴുതാം. 7/8 പ്ലസ് 2/8 ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 7 പ്ലസ് 2 9 9/8 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് വീണ്ടും എന്താണ്? ഇതിനെ മിശ്ര ഭിന്നമാക്കി മാറ്റി എഴുതണം. ഇവിടെ നമുക്കറിയാം ഡിനോമിനേറ്റർ ചെറുതാണ്, ന്യൂമറേറ്റർ വലുതാണ്. അപ്പൊ ഇതിനെ മിശ്ര ഭിന്നമാക്കി എഴുതാൻ കഴിയും. ആദ്യത്തെ മെത്തേഡ് എന്താണ്? 9നെ 8 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 1 ഇൻറ്റു 8 8 ആണ്, ബാക്കി വരുന്നത് 1 ആണ്. ഇതിന് നമുക്ക് എന്ത് എഴുതാം? 1/8 എന്ന് എഴുതാൻ കഴിയും. മറ്റൊരു മാർഗം എന്താണ്? 9/8 ഈക്വൽ ടു എന്ത് എഴുതാൻ കഴിയും? 8 പ്ലസ് 1/8 എന്ന് എഴുതാൻ കഴിയും. വീണ്ടും അതിനെ പിരിച്ചെഴുതുമ്പോൾ 8/8 പ്ലസ് 1/8 എന്ന് എഴുതാം. ഇവിടെ 8ഉം 8ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 ആണ് വരുന്നത്. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? 1/8 എന്നാണ്. അടുത്ത ചോദ്യം 5/6 പ്ലസ് 1/4 ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമുക്ക് ഗുണിതങ്ങളൊന്ന് എഴുതി നോക്കാം. 6ന്റെ ഗുണിതങ്ങൾ എഴുതുമ്പോൾ 6 12 എന്നിങ്ങനെയാണ് വരുന്നത്. 4ന്റെ ഗുണിതങ്ങൾ എഴുതുകയാണെങ്കിൽ 4 8 12 എന്ന് കിട്ടും. ഏറ്റവും ചെറിയ പൊതുഗുണിതമായിട്ട് വരുന്നത് 12 ആണ്. 6നെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 12 കിട്ടിയത്. 4നെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 12 കിട്ടിയത്. അപ്പൊ നമുക്കിവിടെ എന്താണ്? 6നെ 2 കൊണ്ട് ഗുണിക്കണം, അതേപോലെ തന്നെ 5നെയും 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെയാണെങ്കിൽ 4നെ 3 കൊണ്ട് മുകളിലും താഴെയുമായിട്ട് ഗുണിക്കാം. ഈക്വൽ ടു 2 ഇൻറ്റു 5 10 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ 13/12 എന്നാണ് കിട്ടുന്നത്. ഇതിനെ വീണ്ടും നമുക്ക് മിശ്രഭിന്നം മാറ്റി എഴുതണം. അപ്പോൾ 13നെ എന്താണ്? 12 കൊണ്ട് ഹരിക്കാം. 1 ഇൻറ്റു 12 ആണ് 12 വരുന്നത്, ബാക്കി 1 ആണ് വരുന്നത്. അപ്പോഴെന്താണ് കിട്ടുന്നത്? 1/12 എന്ന് കിട്ടും. മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 13/12 ഈക്വൽ ടു 12 പ്ലസ് 1/12 ഈക്വൽ ടു 12/12 പ്ലസ് 1/12. ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. ആൻസർ എന്ത് എഴുതാം? 1/12 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 5/8 പ്ലസ് 3/4 ആണ്. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? മുകളിലും താഴെയുമായിട്ട് 2 കൊണ്ട് ഗുണിക്കാം. 4 ഇൻറ്റു 2 8 വരുന്നുണ്ട്, അതുകൊണ്ട് മുകളിലും 2 കൊണ്ട് ഗുണിക്കാം. എന്താണ് കിട്ടുന്നത്? 5/8 പ്ലസ് 6/8 എന്ന് കിട്ടും. ഇവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 6 പ്ലസ് 5 11 ആണ്. 11/8 എന്നാണ് കിട്ടുന്നത്. ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം. എങ്ങനെ എഴുതാം? ഫസ്റ്റ് മെത്തേഡ് എന്താണ്? 11നെ 8 കൊണ്ട് ഹരിക്കുകയാണ്. 1 ഇൻറ്റു 8 8. 11ന് 8 കുറച്ചാൽ എത്രയാണ് വരുന്നത്? 3 ആണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 1 3/8 എന്ന് എഴുതാം. മറ്റൊരു മെത്തേഡ് എന്താണ്? 11/8നെ എങ്ങനെ എഴുതാം? 8/8 പ്ലസ് 3/8 എന്ന് എഴുതാം. ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ 1 ആണ് വരുന്നത്. ആൻസർ എന്ത് കിട്ടും? 1 3/8 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 1/3 പ്ലസ് 3 1/2. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ 1-2 മാർഗങ്ങളുണ്ട്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ഞാൻ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. 2 പ്ലസ് 1/3 പ്ലസ് 3 പ്ലസ് 1/2. ഇതിനെ വീണ്ടും മാറ്റി എഴുതാം. 2 പ്ലസ് 3 ആദ്യം എഴുതാം.
അതിനുശേഷം 1/3 പ്ലസ് 1/2. ഈ പ്രോബ്ലം നിങ്ങൾ മുമ്പേ സോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 3ന്റെ ഗുണിതങ്ങൾ വരുന്നത് 3, 6 ആണ്. 2ൻ്റെത് എന്താണ് വരുന്നത്? 2, 4, 6 ആണ്. ഇവിടെ 6 ആണ് പൊതു ഗുണിതമായിട്ട് വരുന്നത്. 3 ഇൻറ്റു 2 എന്നാണ് വരുന്നത്. ഇവിടെ 2 ഇൻറ്റു 3 ആണ്. 2 പ്ലസ് 3 നമുക്ക് കൂട്ടി എഴുതാം. എന്താണ്? 5 പ്ലസ് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. ഇതേ രീതിയിൽ തന്നെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. 5 പ്ലസ് ഇവിടെ 1 ഇൻറ്റു 2 2, 3 ഇൻറ്റു 2 6 പ്ലസ് 1 ഇൻറ്റു 3 3, 2 ഇൻറ്റു 3 6. ഇതിനെങ്ങനെ എഴുതാം? 5 പ്ലസ് 2 പ്ലസ് 3 5 ആണ് ബൈ 6 ഈക്വൽ ടു എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1 ജാർ കണ്ടെയ്ൻ 1.5 ലിറ്റർ മിൽക്ക്. ആദ്യത്തെ ജാറിൽ എത്രയാണുള്ളത്? 1.5 ലിറ്റർ മിൽക്കാണ്. രണ്ടാമത്തേതിൽ 2 3/4 മിൽക്കാണുള്ളത്. ഈ രണ്ട് ജാറുകളിലെയും മിൽക്കുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ് അറിയേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്വാർട്ടർ, ഹാഫ്, 3/4 എന്നിവയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4, അതായത് 4ൽ ഒരു ഭാഗത്തെയാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്നത്. ഹാഫ് എന്ന് പറയുമ്പോൾ 1/2, 2ൽ ഒരു ഭാഗത്തെയാണ് ഹാഫ് എന്ന് പറയുന്നത്. അതേപോലെ 3/4 എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗം, അതായത് 3/4, ഇതിനെയാണ് 3/4 എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? മിൽക്ക് ഇൻ ഫസ്റ്റ് ജാർ എന്താണ്? 1.5 ലിറ്റർ ഓഫ് മിൽക്കാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? മിൽക്ക് ഇൻ സെക്കൻഡ് ജാർ എത്രയാണ്? 2 3/4. അപ്പോൾ നമുക്ക് 2 3/4 ലിറ്റർ എന്ന് എഴുതാം. ടോട്ടൽ മിൽക്ക് ഇൻ ബോത്ത് ജാർ എന്തായിരിക്കും? ഈ രണ്ട് ജാറിലെയും മിൽക്കുകൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. 1 1/2 പ്ലസ് 2 3/4. ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് പല രീതിയിലും ചെയ്യാൻ കഴിയും. പക്ഷേ ടെസ്റ്റിൽ എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 പ്ലസ് 1/2 പ്ലസ് 2 പ്ലസ് 3/4 എന്ന് എഴുതാം. വീണ്ടും ഇതിനെ മാറ്റി എഴുതുമ്പോൾ ആദ്യം കാണുന്ന 1ഉം 2ഉം നമുക്കത് കൂട്ടാം. 1 പ്ലസ് 2 എഴുതാം. പ്ലസ് പിന്നീട് വരുന്ന ഫ്രാക്ഷനുകൾ എഴുതാം. 1/2 പ്ലസ് 3/4. ഇനി എന്താണ്? ഈ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് സോൾവ് ചെയ്യേണ്ടത്. അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ ഡിനോമിനേറ്റർ വരുന്നത് 2 ആണ്, മറുഭാഗത്ത് വരുന്നത് 4 ആണ്. ഇതിനെ നമുക്ക് സെയിം ആക്കാൻ വേണ്ടി 2നെ 2 കൊണ്ട് ഗുണിക്കാം. താഴെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ മാറ്റി എഴുതാൻ കഴിയും? 1 പ്ലസ് 2 നമുക്ക് എന്ത് എഴുതാം? 3 എന്ന് എഴുതാം. പ്ലസ് 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 2 4 പ്ലസ് 3/4 എന്ന് എഴുതാം. ഒന്നുകൂടി മാറ്റി എഴുതാം. 3 പ്ലസ് 2 പ്ലസ് 3 എന്താണ്? 5 ആണ്, ഡിവൈഡഡ് ബൈ 4. ഇത്രയും ലിറ്റർ പാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 3 5/4. പക്ഷെ അങ്ങനെ എഴുതാൻ കഴിയുമോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ 3 5/4 ലിറ്റർ പാൽ എൻ്റെ കയ്യിലുണ്ടെന്ന്? അങ്ങനെ പറയാൻ കഴിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് 3 5/4 ഒന്നുകൂടെ മാറ്റി എഴുതേണ്ടി വരും. എങ്ങനെ എഴുതാം? നമ്മൾ മുൻപേ പഠിച്ച കാര്യം തന്നെയാണ്. 3 പ്ലസ് 5/4 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4/4 പ്ലസ് 1/4 എന്ന് എഴുതാൻ കഴിയില്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി എന്താണ്? 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 പ്ലസ് 1 പ്ലസ് 1/4 എന്ന് എഴുതാം. അപ്പോഴെന്താണ് കിട്ടുന്നത്? 4 പ്ലസ് 1/4. ഇതിനെ വീണ്ടും നമുക്ക് മാറ്റി എഴുതാം. 4 1/4. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? 1/4 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4.25 ലിറ്റർ പാൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. 4 1/4 ലിറ്റർ ഓഫ് മിൽക്ക് കയ്യിലുണ്ടെന്ന് പറയാൻ കഴിയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. എന്താണ് ചോദ്യം? 1.5 മീറ്റർ നീളമുള്ള 2 ചരടുകൾ കൂട്ടിച്ചേർത്താൽ എത്ര മീറ്റർ ആണ് കിട്ടുന്നത്? എത്ര ലെങ്ത് ആണ് കിട്ടുന്നത്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കത് കണക്ക് കൂട്ടാതെ തന്നെ മനസ്സിലാക്കാം. 1.5 മീറ്ററിലെ 2 ലെങ്ത് കൂട്ടിയാൽ 3 മീറ്റർ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. എങ്കിലും നമുക്കിത് ചെയ്തു നോക്കാം. ലെങ്ത് ഓഫ് 1 സ്ട്രിങ് എത്രയാണ്? 1.5 മീറ്റർ ആണ്. 2 സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 പ്ലസ് 1.5 ആയിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 1 പ്ലസ് 1/2 പ്ലസ് 1/2. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് 2 നമുക്ക് 2 കിട്ടും. പ്ലസ് 1/2 പ്ലസ് 1/2 ആണ്. 2 പ്ലസ് 1 പ്ലസ് 1 2 ആണ്. 2/2 എന്ന് എഴുതാൻ കഴിയും. ഇവിടെ നമുക്കറിയാം 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 പ്ലസ് 1 ഈക്വൽ ടു 3 മീറ്റർ എന്ന് കിട്ടും. അഭിജിത്ത് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ്. എന്തൊക്കെയാണ് വാങ്ങിയത്? ബീൻസും അതേപോലെ തന്നെ യാമും ആണ് വാങ്ങിയത്. ബീൻസ് എത്രയാണ് വാങ്ങിയത്? 1.5 കിലോഗ്രാം ആണ് വാങ്ങിയത്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം
വെയിറ്റ് ഓഫ് ബീൻസ് 1.5 കിലോഗ്രാം. പിന്നെന്താണ് വാങ്ങിയത്? യാമാണ്, ചേനയാണ് വാങ്ങിയത്. ചേന എത്രയാണ് വാങ്ങിയത്? 3/4, അതായത് 3/4 കിലോഗ്രാം ആണ് വാങ്ങിയത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3/4 kg എന്ന് എഴുതാം. ഇനി ടോട്ടൽ വെയിറ്റ് എങ്ങനെയാണ്? ടോട്ടൽ വെയിറ്റ് എങ്ങനെയാണ് കാണുന്നത്? 1/2 പ്ലസ് 3/4 ഈക്വൽ ടു, ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 1 പ്ലസ് 1/2 പ്ലസ് 3/4. ഈ രണ്ട് ഫ്രാക്ഷനുകളാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2 × 2 മുകളിലും 2 കൊണ്ട് ഗുണിക്കുക. എത്രയാണ് കിട്ടുന്നത്? 1 പ്ലസ് 2/4 പ്ലസ് 3/4 ഈക്വൽ ടു 1 പ്ലസ് 2 പ്ലസ് 3 എത്രയാണ്? 5/4 എന്ന് കിട്ടും. 5/4 നമുക്ക് വീണ്ടും മാറ്റി എഴുതണം. മുൻപേ നമ്മൾ ചെയ്താണ്. 1 പ്ലസ് എങ്ങനെ എഴുതാം? 4/4 പ്ലസ് 1/4. ഇവിടെ 4 4 1 വരുന്നത്. അപ്പൊ നമുക്ക് 1 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. 2 1/4 എന്ന് എഴുതാം. ഇങ്ങനെയാണ് 2.25 കിലോ ആണ് ടോട്ടലായിട്ട് അഭിജിത്ത് വാങ്ങിയത്.